കഴിഞ്ഞ ദിവസം ഏതോ ഒരു മഹാൻ പറഞ്ഞു കേട്ടു, പ്രസവം ഒക്കെ അടിപൊളി സംഭവമാണ്. പ്രസവം കഴിഞ്ഞ് പ്രസവിച്ച ഉടനെ തന്നെ പോയി അരി ഇടിക്കുക അത്രേ. ആ പിന്നെ എല്ലാ പണിയും ചെയ്തത്രേ. പ്രസവിച്ച് കുട്ടി അവിടെ ഇട്ടിട്ട് പോകും പോലും. പ്രസവിച്ച ഉടനെ തന്നെ വേറെ ഇതൊന്നുമില്ല ഏട്ടാ. കുട്ടി അങ്ങ് നിലത്ത് വീഴും. അത് കഴിഞ്ഞ് എണീറ്റ് പോയി ഉടനെ അരി ഇടിക്കലാണ്. എല്ലാം ഇവിടെ റെഡിയാക്കി അമ്മിക്കല്ലിൽ അരയ്ക്കാൻ പോവും, ഇടികല്ലിൽ ഇടിക്കാൻ പോവും. എന്തിനാണെന്ന് എനിക്കറിയില്ല. പിന്നെ അപ്പോൾ കുട്ടീനെ ആര് നോക്കും? ചേട്ടാ ഇതിൻ്റെ എന്തൊക്കെയോ ഉണ്ട് ചേട്ടാ. കുട്ടീൻ്റെ കൂടെ കുറേ സാധനങ്ങളൊക്കെ വരും. അതൊക്കെ ആര് ചെയ്യും ചേട്ടാ? കുഞ്ഞിക്ക് മുല കൊടുക്കണം, അങ്ങനത്തെയൊക്കെ സംഭവങ്ങളൊക്കെ ഉണ്ട് പണ്ട്. അതുകൊണ്ട് തന്നെ മരണങ്ങൾ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. ചേട്ടൻ അറിയാത്തതുകൊണ്ടാണ്. ഹോസ്പിറ്റലിൽ വന്നതോടുകൂടിയാണ് മരണങ്ങളുടെ എണ്ണം കുറവ്. അതുപോലെ പണ്ടൊന്നും ഹൈജീനിക്കല്ല. കുഞ്ഞുങ്ങളെങ്ങനെ ഇതാക്കണമെന്നോ ഒന്നും അറിയില്ല. എങ്ങനെ ലക്കിൽ പ്രസവിച്ച് പോയി എന്നേ ഉള്ളൂ. പിന്നെ അന്നുള്ള പെണ്ണുങ്ങൾ വേണമെന്ന് വെച്ചിട്ടല്ല പണിയെടുത്തത്. ഇല്ലെങ്കിൽ അമ്മായിയമ്മയും കെട്ടിയവനും കൂടെ നല്ല കുത്തും. അതുകൊണ്ട് പേടിച്ചിട്ട് 3 മാസം എന്തായാലും പ്രസവിച്ച് 3 മാസം കൊടുക്കുമായിരുന്നു റെസ്റ്റ്, അത് ഉറപ്പാണ്. എന്നിട്ട് നല്ല മരുന്നും ഒക്കെ കൊടുത്ത് ഒക്കെ 3 മാസം എങ്ങനെയും പെണ്ണിൻ്റെ വീട്ടുകാർ പിടിച്ചു വെച്ചിട്ടേ കൊടുക്കുമായിരുന്നുള്ളൂ കെട്ടിയവൻ്റെ വീട്ടിലേക്ക്. ഈ അമ്മിക്കല്ലിൽ ഇടിക്കുന്നതും പിടിക്കുന്നതൊക്കെ എൻ്റെ ചേട്ടാ അറിവിലില്ല കേട്ടാ. എൻ്റെ അറിവില്ല, കേട്ടിട്ടേ ഇല്ല. പിന്നെ ചിലരത് ലക്കിലെങ്ങാനും വേദന ഇല്ലാണ്ട് പ്രസവിച്ച് പോയിട്ടുണ്ടാവും. അത് ചിലർക്ക് ലക്കിൽ കിട്ടുന്നൊരു സംഭവമാണ്. ചേട്ടൻ്റെ ഭാര്യ അങ്ങനെ എങ്ങാണ്ട് പ്രസവിച്ചു, അതുകൊണ്ട് ചേട്ടൻ അറിയാമെന്നുള്ളത് അങ്ങനെയാണ്. പിന്നെ ഓപ്പറേഷൻ എന്നുള്ളൊരു സംഭവം ഉണ്ട് കേട്ടാ. വയറങ്ങോട്ട് കീറും, അതിനിട്ടാണ് അതിൽ നിന്ന് കുഞ്ഞ് കഴിഞ്ഞെടുക്കണേ. അത് പിന്നെ ഒട്ടും വേദനയില്ലാത്ത സംഭവമാണ്. അത് പിന്നെ അങ്ങ് ഗമ്മ് വെച്ച് ഒട്ടിക്കും ചേട്ടാ, അതാ പരിപാടി. പണ്ടാ ഗമ്മ് വെച്ച് ഒട്ടിക്കലായിരുന്നെന്ന് തോന്നുന്നുണ്ട്. ഇതൊന്നും പ്രസവം വളരെ ഈസിയായ ചേട്ടൻ്റെ കുടുംബക്കാരൊക്കെ ലക്കാണ് കേട്ടോ. ആ കുടുംബത്തിലൊക്കെ നമ്മളൊന്ന് ജനിക്കണമായിരുന്നു എന്ന് ആലോചിച്ച് പോവാ. ഞാനൊക്കെ ഒന്നുകൂടെ അങ്ങോട്ട് വരാൻ പറ്റുമോ എനിക്ക്? വേദനയില്ലാത്ത കുടുംബക്കാർ. എനിക്ക് തോന്നുന്നു അമ്മയും ചിലപ്പോൾ വേദനയില്ലാണ്ടായിരിക്കും പ്രസവിച്ചത്. ഓരോരുത്തരും ഇടിക്കണമെങ്കിൽ എത്ര ഇടിയും ഒലക്കയും പേരറിയില്ല കേട്ടോ, മറന്നുപോയി, സംഭവം അറിയില്ല. എന്തായാലും ഒലക്കേൻ്റെ കല്ലും അരകല്ലും. ചേട്ടാ ഇതൊന്നും പറഞ്ഞ് നമ്മളെ ചങ്കി കൊള്ളിക്കരുത് ചേട്ടാ. പിന്നെ വേറെ ഒന്നും കൂടെ ഉണ്ട്. നമുക്ക് പീരിയഡ്സിന് ഉണ്ടാകുന്ന വേദന, ഇത് 3 പറ്റുമെങ്കിൽ ചേട്ടൻ ഓരോ പ്രാവശ്യമായിട്ട് അങ്ങ് ട്രൈ ചെയ്യണം. അപ്പം അറിയാം ഇതിൻ്റെയൊക്കെ വേദന എന്താന്ന്. അടിപൊളിയാണ്. സഹിക്കാൻ പറ്റുമെന്നൊക്കെ ചേട്ടനൊന്ന് നോക്കണം, അപ്പോഴേ അറിയുള്ളൂ നമ്മൾ പെണ്ണുങ്ങൾ എത്രത്തോളം സഹിക്കുന്നുണ്ടെന്ന്. ഞാൻ റിയാക്ഷൻ വീഡിയോ ചെയ്യാത്തതാണ്, പക്ഷെ ചേട്ടൻ്റെ ഈ ഡയലോഗ് കേട്ടപ്പോണ്ടല്ലോ, ആരും എന്തെന്നൊന്നും പറയുന്നില്ല. സഹിക്കാൻ പറ്റാത്തതുകൊണ്ട് ഇട്ട് പോയതാട്ടാ. റിയാക്ഷൻ എന്ന് വെച്ചാൽ ആരെങ്കിലും വേദനിപ്പിക്കുന്നുണ്ടാ ഞാൻ റിയാക്ട് ചെയ്യും കേട്ടോ. ആളെ പറയാണ്ട് റിയാക്ട് ചെയ്യും. അതുപോലെ തന്നെ ആളെ പറയാണ്ട് ചേട്ടാ ഞാനങ്ങ് റിയാക്ട് ചെയ്യുന്നു. ചേട്ടാ സഹിക്കാൻ വയ്യാഞ്ഞിട്ടാ. ഇങ്ങനെ ഇത്ര ഈസി മെത്തേഡായിട്ട് പറയരുത് കേട്ടാ. ഇങ്ങനെ ഈസി മെത്തേഡായിരുന്നെങ്കിൽ 9 മാസം വേണമെന്ന് പറയാത്ത ചേട്ടൻ ഭാഗ്യമായിപ്പോൾ. 1 മാസം കൊണ്ട് പ്രസവിക്കാൻ പറ്റുമായിരുന്നു. 1 മാസം കൊണ്ട് പ്രസവിക്കും എന്ന് പറഞ്ഞതുപോലെ ആയിപ്പോയി ചേട്ടാ. ഇത് 9 മാസം സംതിങ് എന്തോ ആണ് കൊണ്ട് നടന്ന് റിസ്ക് എടുത്താട്ടാ പ്രസവിക്കുന്നത്, അല്ലാണ്ട് ചെറിയ മെത്തേഡൊന്നുമല്ല. ചേട്ടൻ്റെ ഭാര്യ എത്ര മാസം പ്രസവിച്ചെന്ന് എനിക്കറിയില്ല, എത്ര മാസത്തിലാണ്. വേദന ഇല്ലാണ്ടായിരിക്കും പ്രസവിച്ച്. ചിലപ്പോൾ വേദന കടിച്ചു വെച്ചിട്ടുണ്ടാവും. ചേട്ടൻ ഇങ്ങോട്ടൊന്ന് അടിച്ച് കൊല്ലുമെന്ന് പേടിച്ചിട്ട് ഒരു വേദന ഇല്ലായിരുന്നു ചേട്ടാന്ന് പറഞ്ഞിട്ടുണ്ടാവും. ചിലർ പറയില്ല, പുറത്തു പറയില്ല. സത്യത്തിൽ നിങ്ങളെ പേടിച്ചിട്ടായിരിക്കും പറയാത്തതെന്ന് എനിക്ക് തോന്നുന്നു. നിങ്ങളുടെ ഈ സ്വഭാവത്തിന് ഇത് തന്നെയായിരിക്കുമല്ലോ നിങ്ങൾ ഭാര്യേനോടും പറഞ്ഞിട്ടുണ്ടാവും. ഈസി മെത്തേഡ് ഒന്ന് പോടി എന്ന് പറയുമ്പോൾ പറയില്ല. സെക്കൻഡ് ഡെലിവറി കുഴപ്പമില്ല എന്നേ പറയുള്ളൂ. ഇതേ കുത്തുവാക്ക് കേൾക്കണ്ടേ? ഇതിലും ഭേദം നമുക്ക് ദേഷ്യം പിടിക്കില്ല. അപ്പോൾ ഇതിലും ഭേദം വേദന ഇല്ലായിരുന്നെന്ന് പറഞ്ഞാൽ പോരാ. അതുപോലെ എങ്ങാനും പറഞ്ഞിട്ടുണ്ടാവും ഭാര്യ. എന്നാൽ പിന്നെ ചേട്ടാ നിർത്തിക്കോണം ഈ വക ഡയലോഗ് കേട്ടാ. നമുക്ക് താങ്ങൂല ഏട്ടാ ഇതൊന്നും.